കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയിരിക്കുകയാണ്. വത്തിക്കാൻ പ്രഖ്യാപനത്തിലാണ് അതിരൂപതയായി ഉയർത്തിയത്. വർഗീസ് ചക്കാലക്കലായിരിക്കും കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പ്. മാർ ജോസഫ് പാംബ്ലാനിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വായിച്ചത്. Your Lordship, Right Reverend Varghese Chakkalakal, His Holiness Pope Francis has erected the Diocese of Calicut as Metropolitan Archdiocese with the Diocese of Kannur and Sultanpet as suffragans, and has appointed you as the first Metropolitan Archbishop of the Archdiocese of Calicut. എനിക്കാണ് ആ ഭാഗ്യം ആദ്യമായി കിട്ടിയത്. വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം അതൊരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. നമുക്ക് മലബാറിന് ലഭിച്ച പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും വലിയ ഓശാന സമ്മാനമാണ് ഈ അതിരൂപത പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, രൂപതാ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതുകൊണ്ടാണ് എല്ലാവരും വളരെ ആഹ്ലാദത്തിൽ. രണ്ട് രൂപതകൾ ഇനി ഈ അതിരൂപതയുടെ കീഴിലേക്ക് വരുന്നു. ഇപ്പോൾ അദ്ദേഹം പാംബ്ലാനി എന്നെ സൂചിപ്പിച്ച പോലെ മലബാർ മേഖലയ്ക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമായി ഇതിനെ കാണുന്നുവെന്നാണ്. എങ്ങനെയാണ് വിശ്വാസികൾ പ്രതികരിക്കുന്നത്? ഇന്ന് ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകളുണ്ടോ? ദിവിഷ്മണി ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വത്തിക്കാൻ സമയം 12 മണിക്കാണ് അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതുമായി ബന്ധപ്പെട്ട വത്തിക്കാനിൽ നിന്നൊരു പ്രഖ്യാപനം വന്നത്. ആ പ്രഖ്യാപനം ഇവിടെ തലശ്ശേരി രൂപത ബിഷപ്പായിട്ടുള്ള ജോസഫ് പാംബ്ലാനി വിശ്വാസികൾക്ക് മുൻപാകെ അത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അതേ ആഹ്ലാദത്തിൽ തന്നെയാണ് അവരുള്ളത്. ഇതിങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഇനി കണ്ണൂർ, അതുപോലെ തന്നെ സുൽത്താൻപേട്ട രൂപതകൾ ഇനി മുതൽ കോഴിക്കോട് അതിരൂപതയുടെ കീഴിലായിരിക്കും ഇനി മുതൽ ഉണ്ടാവുക. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതോടുകൂടി ഈ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് കീഴിൽ ഇനി മുതൽ കേരളത്തിൽ തന്നെ ഈ 3 അതിരൂപതകളായിട്ട് ഇനി ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വർഗീസ് ചക്കാലക്കലിനെ ഇനി ആർച്ച് ബിഷപ്പായിട്ട് അംഗീകരിക്കുന്നു. 2012 ഈ വർഗീസ് ചക്കാലക്കൽ ഇവിടെ കോഴിക്കോട് ബിഷപ്പായിട്ട് വരുന്നത്. 2012 അതിനുശേഷം ഇത്രയും നാൾ അദ്ദേഹം കോഴിക്കോട്ടെ ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അംഗീകരിക്കുന്ന അത്രയും ആദരണീയനായ ഒരാളായിരുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ആർച്ച് ബിഷപ്പായിട്ട് അദ്ദേഹം വരികയാണ്. ഇനി മുതൽ ഈ അതായത് കണ്ണൂരിന്റെയും അതുപോലെ തന്നെ സുൽത്താൻ പേട്ടയുടെയും ഒക്കെ ഉത്തരവാദിത്വവും കൂടി അദ്ദേഹം നിർവഹിക്കാൻ പോവുകയാണ്. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോഴും ഇവിടെ കോഴിക്കോട് ബിഷപ്പ് ഹൗസിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. ആദരിക്കൽ ചടങ്ങ് ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ നടക്കുന്നത്. ദിവിഷ്മണി. ഇംതിയാസ്, നേരത്തെ ബിഷപ്പനെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ്, അവരുടെ പ്രാർത്ഥനയായിരുന്നു, വലിയ പ്രതീക്ഷയാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഇതിലും വലിയൊരു അംഗീകാരം, അല്ലെങ്കിൽ ഈ സമയത്ത് അവരെ സംബന്ധിച്ച് നോയമ്പ് കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു അംഗീകാരം തേടി എത്തുന്നു എന്നുള്ളത് കൂടിയുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട്? ആരൊക്കെ ഇന്നത്തെ ഈ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടി അവിടെയൊക്കെ സാംസ്കാരിക മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നൊക്കെ ആരൊക്കെ എത്തിയിരുന്നു? കോൺഗ്രസിൽ നിന്ന് KC വേണുഗോപാൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നേതാക്കളെല്ലാം ജില്ലയുടെ പല ഭാഗങ്ങളിലുണ്ട്. പക്ഷേ KC വേണുഗോപാൽ ഇപ്പോൾ അല്പസമയം മുൻപ് ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരി രൂപതയുടെ ബിഷപ്പായിട്ടുള്ള ജോസഫ് പാംബ്ലാനി തുടങ്ങിയ മറ്റു നേതാക്കളുണ്ട്. അതുപോലെ തന്നെ മറ്റു വൈദികരും ഒക്കെ ഇവിടെയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ തന്നെ മറ്റു വൈദികരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ സംഘടിപ്പിച്ചതെങ്കിലും ഇന്ന് പ്രാർത്ഥന അടക്കമുള്ള പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട് എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഓശാന ഞായർ ഒരു സമ്മാനമാണ് എന്നുള്ള രീതിയിലായിരുന്നു ജോസഫ് പാംബ്ലാനി വിശ്വാസികൾക്ക് മുൻപിൽ സംസാരിച്ച സമയത്ത് പറഞ്ഞത്. ആ രീതിയിൽ നാളെയും അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്.
എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ്, അവരുടെ പ്രാർത്ഥനകൾ, അതിനുശേഷമുള്ള ഒരു അംഗീകാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിരൂപതയായി, കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയിരിക്കുന്നു. ജോസഫ് പാംബ്ലാനി അത് വിശ്വാസികൾക്ക് മുൻപിൽ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അവർ ഏറെ കാത്തിരുന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് രൂപത ഇനി അതിരൂപത ആയി മാറുന്നു. കണ്ണൂർ, സുൽത്താൻപേട്ട രൂപതകൾ ഇനി കോഴിക്കോട് അതിരൂപതയുടെ കീഴിലായി വരികയും ചെയ്യും. വലിയ ആഹ്ലാദത്തോടെയാണ് വിശ്വാസി സമൂഹം ഈ ഒരു സ്ഥാനം അല്ലെങ്കിൽ രൂപത അതിരൂപതയായി ഉയർത്തുന്നതിലൂടെ ആ പ്രഖ്യാപനത്തെ കാണുന്നത്.